ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തൈരടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അരപ്പ് കൂട്ടാൻ പോവാണ്. അപ്പം നമ്മൾ നാളികേരമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ കേട്ടോ. കുറച്ചധികം നാളികേരം ഇതിന് ആവശ്യമുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ജീരകം ഇതൊക്കെ നമ്മളിട്ടിട്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അത് അധികം വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കണം. ഇത് മമ്മിയുടെ കലാണ് കേട്ടോ. മമ്മി ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ഒക്കെ മൺകലത്തിലാണ് വെക്കുക. ഇത് വെക്കാൻ വേണ്ടി ഇത് വെള്ളരിക്കയാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അത്യാവശ്യം നല്ലോണം ഒന്ന് വെന്ത് ഉടയണ വരെ നമ്മളാക്കാം. അപ്പോഴേക്കും നമുക്ക് മാങ്ങ റെഡിയാക്കാം. മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെന്ത് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ മാങ്ങയൊക്കെ അതിലേക്കെടുത്തിടാം. മാങ്ങ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കുക. വെന്തൊരു തള വന്നു കഴിഞ്ഞാൽ നമ്മളെ തൈരടിച്ചത് നമ്മൾ അതിലേക്ക് ചേർക്കട്ടെ. ആവശ്യത്തിൽ അധികം എന്താ പറയുക ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് നേരെ ഇടുക. എന്നിട്ട് പുളിയൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു വെച്ചത് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ശർക്കര ഇട്ടിട്ടുണ്ട്. ഞാൻ മമ്മി കാണാണ്ട് ഒരു ശർക്കരയുടെ ഒരു അച്ചും കൂടി ഞാൻ ഇട്ടു, കാരണം എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ആ ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം അതൊന്ന് തിളച്ച് വരുമ്പോൾ ശർക്കരയൊക്കെ അതിലേക്ക് അലിഞ്ഞ് ചേരും. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ തളിക്കുന്ന പോലെ തളിച്ച് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ സംഭവം സെറ്റാണ്.